ഈ അപ്പം ഒന്ന് നോക്കിയേ, എത്ര സോഫ്റ്റ് ആണെന്ന് നോക്കിയേ. ഇത് അരി അരച്ച് ഒന്നും വെച്ചതല്ല കേട്ടോ. അരി അരയ്ക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ വറുത്ത പൊടി ഉണ്ടല്ലോ, പത്തിരിയുടെയൊക്കെ പൊടി, ആ പൊടി വെച്ചിട്ട് തയ്യാറാക്കുന്നതാണ്. വളരെ ഈസിയാണിത് തയ്യാറാക്കാനായിട്ട്. നമുക്ക് 1 മണിക്കൂർ കൊണ്ട് രാവിലെ ഒന്ന് കുഴച്ച് വെച്ചാൽ മതി. നമുക്ക് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അപ്പം ചുട്ടെടുക്കാൻ പറ്റും. കണ്ടോ, നല്ല സോഫ്റ്റാണ്, കാണാനും നല്ല വെള്ള കളറാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ജൂബീസ് ടേസ്റ്റി ഹബ്ബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, സോസ് പാൻ. അതിനകത്തേക്ക് 2 സ്പൂൺ നമ്മുടെ വറുത്ത അരിപ്പൊടി തന്നെയാണ് കേട്ടത്. എന്നിട്ട് അതൊന്ന് കുറച്ച് വീതം വെള്ളം ഒഴിച്ചിട്ട് ഒരു അരക്കപ്പല്ലേ 3/4 കപ്പ് വെള്ളം മതി. അതൊന്ന് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കണം. കട്ട കൂടാതെ ഒന്ന് കലക്കിയിട്ട് നമുക്കത് അടുപ്പത്ത് വെച്ചൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് കുറുക്കിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറുക്കിയാൽ മതി. നമ്മൾ കപ്പി കാച്ചുക പറയില്ലേ, അത് വേണം ഇതിന് കേട്ടോ. നല്ലുള്ളൂ. ഇപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് 6:30 ആയി കാണും. അപ്പോഴാണ് ഇത് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇപ്പം നമ്മുടെ ഇത് കുറുകി വരുന്നുണ്ട്. ഒരു നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ. കുറുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഈ പരുവത്തിലാകുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഒന്നിലോ വെള്ളത്തിൽ വെച്ച് ചൂടാറിച്ചെടുക്കാം, അല്ലെങ്കിൽ അല്പനേരത്തേക്ക് ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചാൽ മതി. ഇതാണ് കേട്ടോ പരുവം, കുറുക്കിൻ്റെ കപ്പിയുടെ പരുവം ഇതാണ്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടേക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 കപ്പ് പിന്നെ പൊടി. ഇത് 1 കപ്പ് കൊണ്ട് ഒരു 8-10 അപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഇത് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം വേണ്ടി വരും കേട്ടോ. ഞാൻ ആദ്യം 1 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം എത്ര കുറവുണ്ടെന്ന് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ ഇത് അടിക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് 2-3 സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട്. കാരണം ഇത് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആടിയ മൂള് ഭാഗമൊന്നും ഇളകാതെ വരും. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 1.5 കപ്പ് വെള്ളം വേണം. അപ്പോൾ 1/2 കപ്പും കൂടെ വെള്ളം എടുത്ത് വയ്ക്കാം. നമുക്ക് വെള്ളം നോക്കിയിട്ട് ഇനി ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ കപ്പി കാച്ചിയത് ചൂടാറിയിട്ടുണ്ട്, അതൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിന് മുമ്പ് 2 ചെറിയ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് അല്പം ഉപ്പാണ്, ഒരു 1/4 സ്പൂണൊക്കെ ഉണ്ട്. ഇത് ഈസ്റ്റാണ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഒരു പിഞ്ച് മതി. എന്താ പറയുക, ഒരു 1/4 ടീസ്പൂൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിലും താഴെ ആയാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ വെളിച്ചെണ്ണ 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കണം. തേങ്ങ ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര ഈസിയാണ്, നല്ല രുചിയുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾ ഒരിക്കലെങ്കിൽ ഇത് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം. അപ്പോൾ ഒന്ന് മിക്സ് ഇത്തിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്തിരി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കപ്പി കാച്ചി ചേർക്കാം. ഇപ്പോൾ ഒരുമിച്ചിട്ടാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷമാണ് കപ്പി കൂടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കപ്പിയൊക്കെ നമ്മുടെ ആറിയിരിപ്പുണ്ട്. ഒരു തവണ ഒരു മിനിറ്റ് വേണ്ട കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സായാൽ മതി. അരയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ ഇതിൽ. അപ്പോൾ ഇനി നമ്മുടെ കപ്പിയും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും. ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഉണ്ടാവും. ഇതിപ്പോൾ ചൂടാറിയപ്പോൾ ഒന്നുകൂടെ കുറുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ സാധനങ്ങളും ചേർത്ത് കഴിഞ്ഞു. പഞ്ചസാര, ഉപ്പ്, വെളിച്ചെണ്ണ അത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരച്ചെടുത്തത് ഈ പാത്രത്തിലേക്ക് നമുക്ക് ഒന്ന് ഒഴിച്ചു വയ്ക്കാം. ഏത് പാത്രമായാലും കുഴപ്പമില്ല. നമുക്ക് ഞാൻ പറഞ്ഞില്ല, 1 അല്ലെങ്കിൽ കുറക്കെ മതിയാവും. നമുക്ക് നന്നായിട്ട് ഇതിനകത്ത് ഞാനൊരല്പം വെള്ളം ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 1.5 കപ്പിൽ നിന്ന് ഒരല്പം വെള്ളം ബാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ ജാറിന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയാണ്. ആ ജാറിലിരിക്കുന്ന മാവും കൂടെ നമുക്കൊന്ന് എടുത്തിട്ട് കഴുകിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനിയിപ്പോൾ അഥവാ നമ്മൾ എടുക്കുമ്പോൾ ഇത്തിരി തിക്കാണെന്ന് തോന്നിയാൽ 1 സ്പൂണ് പാലൊഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിൽ വെള്ളമായാലും കുഴപ്പമില്ല. ഇത് ഈ കൺസിസ്റ്റൻസിയാണ്. ഇനി നമുക്കിതൊന്ന് ഒരടപ്പുകൊണ്ട് മൂടി എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, മാവൊന്ന് നോക്കാം. മാവൊക്കെ നല്ലപോലെ പൊളിച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് ഇത് വെച്ചാണ്, ഈ മാവ് വെച്ചാണല്ലോ അപ്പം ചുടുന്നത്. വേണമെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ പാല് അല്ലെങ്കിൽ 1 സ്പൂൺ വെള്ളം എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ചുട്ട് നോക്കാം.
അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. സബ് ചെയ്യുമ്പോൾ ബെല്ലേക്ക് എനേബിൾ ചെയ്ത് ഓളുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നല്ല സൂപ്പർ അപ്പമായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന് ഒരു എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു കറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഞാനിപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ കൂടെ ഇടുന്നില്ല. അടുത്ത ദിവസം ഞാൻ അതോടെ ഇടാം. നമ്മുടെ പപ്പടക്കറി തന്നെയാണ്. പപ്പടക്കറി വറുത്ത തേങ്ങ അരച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറിക്ക്. നമ്മൾ പച്ചത്തേങ്ങ അരയ്ക്കുന്നേക്കാളൊക്കെ ഒത്തിരി നല്ലതാണത്. നമ്മുടെ അപ്പം കണ്ടോ, മുറിച്ച് നോക്കാം, നല്ല സോഫ്റ്റാണ്. ഇത് വൈകുന്നേരം വരുന്നാലും ഈ അപ്പത്തിന് ഒരു സോഫ്റ്റ്നെസ്സും കുറയില്ല. അപ്പോൾ നമ്മുടെ പപ്പടക്കറിയും കൂടെ ഒഴിച്ച് നമുക്ക് അപ്പം കഴിക്കാം. കണ്ടോ, നമ്മുടെ കറി സൂപ്പറായിട്ടുണ്ടേ. വേണമെങ്കിൽ ഇത്തിരി കൂടെ കൺസിസ്റ്റൻസി കുറവാണെങ്കിൽ നിങ്ങൾക്ക് അത്തിരി കൂടെ ചൂടുവെള്ളമൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോയും നമുക്ക് വീണ്ടും വരുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ. അതുപോലെ തന്നെ ഹാപ്പി ന്യൂ ഇയർ.